മൂഞ്ചിപ്പോയി ഗായ്സ്. സർവീസ് ചെയ്യാൻ വെച്ചതാണ്. സർവീസ് റോഡിൽ അടുപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. വെള്ളം വന്ന് വീണ് വണ്ടിയുടെ ഉള്ളിലടക്കം വെള്ളം കയറി. ഇവരെന്താ ആരും പാതാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നോക്കറാ, ഒറ്റ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. ഈ പാതയിൽ കംപ്ലീറ്റ് മഴ പെയ്യുന്ന വെള്ളം റോഡിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. നോക്കിയേ, ഫുള്ള് വെള്ളമുണ്ട്. ഇതെല്ലാം എടുത്തേക്കാണ് പോകുന്നുണ്ട്. കുറേ പൈപ്പും കാര്യമെല്ലാം ഇട്ടിന്. ഇതൊന്നും പോകുന്നില്ല. അതാണ്ടാ ഫുള്ള് ഇവരെ റോഡിൻ്റെ ലെവൽ തന്നെ ശരിയല്ല. നേരെ ഉൾട്ടിയല്ല കുറേ സ്ഥലത്ത് കൊടുത്തിട്ടില്ല. സെൻറ്ററിൽ 6 പേര് പാതര ഡിവൈഡറിൻ്റെ അടുത്തേക്കാണ് വെള്ളമെല്ലാം പോയി നിൽക്കുന്നത്. സർവീസ് റോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ പറയണ്ട. ഇതാ കണ്ടു നോക്കറാ, ഒരു മഴ പെയ്താൽ തീർന്ന്. ഇവരിടക്കിടക്കേ വന്ന് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ മഴ അതിൽ തീരാവുന്ന പാച്ച് വർക്ക് ചെയ്യല്ലോ, എല്ലാം കുയ്യാവും. ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ സ്ഥലമാണ് ഈ കാണുന്നത്. നോക്കറാ, ഇതൊന്നല്ല, ഇതിപ്പം കുറച്ചേ ഉള്ളൂ വെള്ളം. ഇത് മൊത്തം നിറഞ്ഞിട്ട് പുഴ പോലെയാവും. ആൾക്കാർക്ക് നടന്നിട്ട് പോകാൻ കഴിയില്ല, ബൈക്കിൽ പോകാൻ കഴിയില്ല. എത്രയാ വണ്ടി ബൈക്കാന്നറിയാം. കുറച്ചൊന്നല്ല ഇവർ കാരണം നഷ്ടം പറ്റുന്നത്. ഈ വെള്ളം പകുതി വരെ ഓത്തിയാക്കിയിട്ടുണ്ട്, ബാക്കി ഓത്തിയൊന്നുമില്ല. ഈ ഭാഗത്തുനിന്ന് എവിടെ ഇവർ ഓത്തി ചെയ്തിട്ടില്ല. വെറുതെ വാട്ടർ സർവീസിനെല്ലാം പോയിട്ട് വെറുതെ പൈസ വേണ്ട. ഇത്രയും സൗകര്യം വേറെ കിട്ടൽ. ഇതാ അടുപ്പിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെയും അപ്പുറത്തെയും ഒന്ന് പോയാൽ മതി, ഫുൾ സർവീസായി. ഇത് സർവീസ് റോഡല്ല, ഇത് വാട്ടർ സർവീസ് റോഡാവും. മനസ്സിലായില്ലേ? വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട. സുഖസുന്ദരമായിട്ട് നമുക്ക് ഇതിനടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് സർവീസ് ചെയ്യാം. ഇതാണ് ശരാശരി സർവീസ് റോഡ് കേട്ടോ. ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ?